അപ്പോഴേ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാല് അതെ ഖോൽ ഇത് ഖോൾറബി എന്നൊക്കെ പറയും. ഇതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും ഈ സാധനം. ഇത് ക്യാബേജിന്റെ ഒരു ചെറിയ വേരിയന്റ് ആണ്. പക്ഷെ നല്ല കട്ടിയുള്ള ഒരു സാധനമാണ്. ക്യാബേജ് പോലെ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. അപ്പൊ അതിന്റെ ഒരു വ്യത്യസ്തമായ ഒരു ക്യാബേജ്, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഇതിന്റെ ഈ ഒരു ഇല ഉണ്ടല്ലോ, ഇതിന്റെ ഇല ഉപയോഗിക്കും, ഇതിന്റെ ഈ കായും ഉപയോഗിക്കും. ഇതിന്റെ റൂട്ട് നമ്മള് ചെത്തിക്കളഞ്ഞ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഇത് വെച്ചിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഇല തോരൻ വെക്കാനൊക്കെ എടുക്കും. മറ്റേ ഇത് നമ്മള് കൂട്ടാനൊക്കെ ആയിട്ട് നമ്മുടെ ചപ്പാത്തിയുടെയും കൂടെ ഉപയോഗിക്കാനായിട്ടുള്ള കൂട്ടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇത് പല വെറൈറ്റിയിൽ ചെയ്യും. അപ്പൊ നമ്മൾ തണുപ്പ് കാലത്താണ് ഇത് സാധാരണ നമ്മൾ മാർക്കറ്റിൽ കണ്ടുവരുന്നത്. അതാണ് ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് വളരെ ഔഷധ ഗുണമുള്ള ഈ ഒരു ഖോൽ വെച്ചിട്ട് ഖോൾറബി നമുക്കൊരു ഡിഷ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഈ ഇലയൊക്കെ ഒന്ന് ഒടിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഇതുണ്ട്, നല്ല കട്ടിയുള്ളൊരു തോലുണ്ട്. അപ്പൊ അത് നമുക്ക് ആദ്യം ഇപ്പൊ ഈ ഇലയും കൂടെ വേണമെങ്കിൽ നമുക്ക് സബ്ജിക്ക് എടുക്കാം, ഇല്ല വേറെ ഇത് മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാവേ. അപ്പൊ നമ്മളിപ്പോ ഈ ഇല മാറ്റിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഇലയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമ്മളിത് എങ്ങനെയാണ് കളയേണ്ടതെന്ന് വെച്ചാല് ഇതിന്റെ ഈ ഇവിടെ ഇല്ലേ, ഇച്ചിരി നല്ല കട്ടിയുണ്ട്. കൈ പിടിച്ച് ചെയ്യാൻ നോക്കിട്ട് നടക്കുന്നില്ല. നല്ല ബലം പ്രയോഗിച്ച് അതെ, അത്യാവശ്യം ആരോഗ്യം വേണം. ചക്കയൊക്കെ മുറിക്കുന്നവരുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പാത്രമൊക്കെ എന്തായാലും ഇതിനി മുഴുവന് ചെത്തണത്. നമ്മുടെ പിച്ചാത്തി വെച്ച് ചെത്തുന്നേക്കാളുള്ള സൗകര്യമുണ്ട്. നമുക്ക് പീലർ വെച്ച് അതായിരിക്കും കുറെ കൂടെ നല്ലത്. അപ്പൊ ഇത് മുഴുവൻ ഒന്ന് എടുക്കട്ടെ, ഇച്ചിരി സമയം എടുക്കും റെഡിയാക്കി വരണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ തോല്. അതെ, ഇതിന്റെ ഈ ഇതിങ്ങനെ നമുക്ക് കിട്ടുമ്പോഴേ ഏറ്റവും ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ തോല് കളഞ്ഞെടുക്കത്തില്ലേ, അപ്പൊ ആ ഒരു പരുവത്തില് നമുക്ക് ഇതിന്റെ തോല് കളഞ്ഞ് എടുക്കാവേ. തൊലി നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ശരി, നല്ല അധ്വാനമായി തൊലി മാത്രല്ല, ഇത് കട്ടിയാണെങ്കിൽ മുറിക്കാനും നല്ല പാടാണ്. അപ്പൊ നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ പീസായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കണം. അതെ, ഉരുളക്കിഴങ്ങ് കറി പോലൊക്കെ ആക്കി എടുക്കണം. പക്ഷെ ഉരുളക്കിഴങ്ങ് മുറിക്കുന്ന ആ ഒരു ലാഘവത്തോടെ മുറിക്കാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ ഒരു കുഴപ്പം. പിച്ചാത്തിയൊക്കെ വളയുന്നിരുന്ന് കയ്യിൽ തന്നെ. നമ്മുടെ പിച്ചാത്തിയും ഇച്ചിരി മനോഹരമാണ്. നമ്മളെക്കാളൊക്കെ മൂത്ത സാധനമാണ്. അതൊരു കാര്യമാണ്. പാരമ്പര്യമായിട്ട് കൈമാറി വന്ന സാധനം. അതിന്റെ ചെറിയ തേയ്മാനമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മളിത് തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ്. ഇതുപോലെ കട്ട് ചെയ്ത് മുഴുവൻ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മളെ ഇത് കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അല്ലാതെ നമ്മളിത് വേവിക്കാൻ നോക്കിക്കഴിഞ്ഞാലേ നല്ല സമയം എടുക്കുന്നൊരു പരിപാടിയാണ്. അപ്പൊ അത് കാരണം നമ്മൾ കുക്കറിലാണ്. അപ്പൊ നമ്മള് കുക്കർ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിനകത്ത് ആദ്യമേ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. അപ്പൊ നമ്മൾ ഈ എല്ലാ പരിപാടിയും ഈ കുക്കറിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ വേറെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല, വേറെ പാത്രങ്ങളൊന്നും എടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ കുക്കറിലേക്ക് തന്നെ എണ്ണ ഒഴിക്കുക. അപ്പൊ നമ്മളിപ്പോ ഒരു 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കിംഗ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ്. അപ്പൊ ഈ എണ്ണയിലേക്ക് നമ്മളിനി എണ്ണ ചൂടായിട്ടുണ്ട്. പെട്ടെന്ന് കുക്കർ ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും. അപ്പൊ ഇതിലേക്ക് നമ്മൾ ജീരകമാണ് ഇടുന്നത്. നമ്മുടെ സാധാരണ ജീരകമില്ലേ, പെരുജീരകമല്ലേ, സാധാ ജീരകം. ഇനി അതിൻ്റെ കൂടെ നമ്മൾ അടുത്തിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ അതെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പൊ നമ്മൾ ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചി ഇടുന്നുണ്ട്. ഇപ്പൊ ഇതിലേക്ക് തന്നെ അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് അതെ, ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 10 കഷ്ണം എടുത്തിട്ടില്ല. നമ്മളത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം അത് ഇളക്കി അതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിയാണ്. സവോള ചെറിയ ഇതായിട്ട് അരിഞ്ഞാണ്. സവോള ഇട്ടു. ഇതിൻ്റെ അകത്തെല്ലാം ഏറ്റവും കൂടുതൽ വേവ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോല്. ബാക്കിയൊക്കെ നമ്മൾ
അതെ എളുപ്പമാവും. അപ്പോൾ നമ്മൾ സവോള ഇട്ട് അതിൻ്റെ കൂടെ തന്നെ പാത്തിരുന്ന 2 വെളുത്തുള്ളിയും ഇഞ്ചി ഇവിടെ പാത്തിരിപ്പുണ്ടായിരുന്നു. നമ്മൾ ഒറ്റ പാത്രത്തിലായതുകൊണ്ട് അത് പിന്നെ ഇച്ചിരി അധികം എരിവില്ലാത്ത പച്ചമുളക്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത. അപ്പം നമുക്കിതെല്ലാം കൊടുത്തിട്ട് ഒരു ഇളക്ക് അങ്ങോട്ട് കൊടുക്കാം. അതെ, ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവാൻ നിൽക്കണ്ട. നമ്മൾ കുക്കറിലായതുകൊണ്ട് നമ്മളിത് വഴറ്റിയെടുക്കേണ്ട ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു മീഡിയം സൈസിൽ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് നമ്മുടെ കോലിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഇട്ട് കൊടുത്തു. ഒരു ഇളക്ക് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കുക. ഓക്കെ, അത് സെറ്റായി. ഇനി അടുത്തതാണ് നമ്മുടെ തക്കാളി. അത് ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയതായിരുന്നു. പഴുത്ത 2 തക്കാളി നമ്മൾ എടുത്തത്. ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക്. അപ്പം നമുക്കൊന്ന് ഇറങ്ങി കൊടുക്കാം. നമ്മുടെ കോല് നമ്മൾ ഉപ്പും മുളക് പൊടിയും കാര്യങ്ങളും ഇതൊന്നും ഇട്ടിട്ടില്ല. ഇപ്പം നമ്മൾ എണ്ണ മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. എണ്ണയും നമ്മുടെ ജീരകം മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട മസാല ഇവിടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. വലിയ എരിയൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം അത് മണങ്ങ് പോകുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി, പിന്നെ ഒരു സ്വല്പം, അതായത് ഒരു ടീസ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി ഇട്ട്, പിന്നെ നമ്മൾ ഒരു 1.5 ടീസ്പൂണോളം, 1.5 ടീസ്പൂൺ വേണ്ട, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. കളറും വരും, എരിയും വരും. ഇനി നമ്മളിടുന്ന നമ്മുടെ ഗരം മസാലയാണ്. അപ്പം നമ്മുടെ ഗരം മസാല നമ്മൾ ഇട്ടു. ഇനി ഇവരെ എല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അടുത്ത പരിപാടി അതാണ്. ഇനി നമുക്ക് പ്രധാന കഥാപാത്രത്തെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ മറ്റേ ഉരുളക്കിഴങ്ങിന്റെ അതേ വലിപ്പത്തിൽ തന്നെ നമ്മൾ മുറിച്ചെടുത്ത്. ഇവനാണ് വേകാനായിട്ട് ഇച്ചിരി താമസിക്കുന്നത്. എന്നാലും കുക്കറിലല്ലാതെ നമുക്ക് ചെയ്യാം, പക്ഷെ ഒരുപാട് സമയം എടുക്കും. നമുക്ക് പിന്നെ നമ്മുടെ റെസിപ്പികളെല്ലാം ഇച്ചിരി സ്പീഡ് പരിപാടി ആയതുകൊണ്ട് നമ്മൾ കുക്കറിൽ തന്നെയാണ് ചെയ്യാം. അതെ. അപ്പോൾ കളറൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണുമ്പോഴേ അറിയാമല്ലോ ഇതിൻ്റെ കളറൊക്കെ അത്യാവശ്യം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ എരി വേണമെന്നുള്ളൊരു കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് ഇട്ട് കഴിഞ്ഞാൽ റെഡിയാവും. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അതെ കസൂരി മേത്തി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചതല്ല, അതിൻ്റെ അതെ കസൂരി മേത്തി പൊടിയല്ല, നമ്മൾ അതിൻ്റെ ഇലയായിട്ട് തന്നെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഓക്കെ, അപ്പോൾ അതിന് വേകാനുള്ള വെള്ളമായിട്ടുണ്ട്. അല്ല, ഉപ്പൂടെ ഇട്ടിട്ട് നമുക്ക് അടച്ചു 2 വിസിൽ മതി. ചെറിയ തീയിൽ 2 വിസിലാണ്, വലിയ തീയിലല്ല 2 വിസിൽ. ആ ഒരു കാര്യം. അപ്പം നമുക്ക് അപ്പം സെറ്റായി. ഇനി ഉപ്പിട്ട് കൊടുക്കാവേ. ഇത് തുറക്കുന്നില്ല കേട്ടോ, നമ്മുടെ ഉപ്പിൻ്റെ ഡബ്ബ ജാമായിപ്പോയി. അതെ, തണുപ്പ്. അതെ, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കാവേ. നമ്മളപ്പോൾ ഇതൊരു 1/4 ടീസ്പൂണിനെക്കാളിലും കൂടുതലുണ്ട്. കാരണം നമ്മുടെ ഈ തക്കാളിക്ക് അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ അത്ര ഇട്ടത്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്നും കൊണ്ടുവന്ന് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് അപ്പം നമ്മൾ കുക്കറെല്ലാം അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കും. ഇനിയിപ്പോൾ ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം 2 വിസിൽ വന്ന് ചെറിയ തീയിൽ അതിൻ്റെ ഇതൊക്കെ പോയി, എയർ എല്ലാം പോയി, നമ്മൾ സെറ്റായി. അതിന് മുമ്പേ തുറക്കില്ല. അപ്പം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് വെന്തിട്ടുണ്ടോന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഇത് നല്ല വേവിൻ ഇത് വെന്തു അടിപൊളിയായി. അപ്പം നല്ല കളറും ഒക്കെ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് നമ്മൾ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക്
ഒരു സാധനം കൂടി ഇടാവേ. ഇത് നമ്മുടെ ആംചൂർ പൗഡറാണ്. അതായത് നമ്മുടെ മാങ്ങയുടെ ഉണങ്ങിയ മാങ്ങയുടെ പൊടി. ഇതിപ്പോ ഇല്ലെങ്കിൽ നമുക്ക് മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങ ഇട്ടാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ മല്ലിയില ഇത് ഇത്രയും നമുക്ക് ലൂസ് കറി വേണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചാൽ മതി. തിക്കായിട്ട് അല്ലെങ്കിൽ ഈ പരുവത്തിലാണെങ്കിൽ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ കറിയായിട്ട് അങ്ങോട്ട് അടിപൊളി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോഴേ നമുക്ക് ഇനി ഇതിന് ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആണോ നമുക്ക് നോക്കണം. പക്ഷേ നല്ല ചൂടാ സംഭവം. നല്ല ചൂടാ കേട്ടോ. അതൊരു വലിയ കാര്യം, വലിയൊരു പ്രശ്നം. എന്തായാലും നമുക്ക് ഇതിന്റെ ഗ്രേവി ഒന്ന് എടുത്താൽ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗ്രേവിക്ക് നമ്മൾ സാധാരണ ഒരു കണ്ടുവരുന്ന ഒരു ടേസ്റ്റ് ആണ് ഇതിന്. അതെ, നമ്മൾ വേറെ നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ ചെയ്തില്ലേ, ആ ഒരു ടേസ്റ്റേ അല്ല. നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലില് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ലേ, അവർക്ക് നല്ല ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. അതെ, നമ്മൾ ആംചൂർ പൗഡർ ഒക്കെ കൂടി ഇട്ടപ്പോഴത്തേക്കിനുണ്ടല്ലോ കറക്റ്റ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സാധനം. അതെ, ഇത് നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ കൈ നല്ല രീതി പൊള്ളുന്നുണ്ട്, അതൊരു നല്ല ചൂടാണ്. എന്തായാലും നമ്മുടെ കോല് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്, അത് വലിയൊരു കാര്യം. അത് കുക്കറി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഇത് വേഗം ഭയങ്കര താമസമാണ്. വെന്തിട്ടുണ്ടല്ലോ കേട്ടോ. ടേസ്റ്റും ഉണ്ട്, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഉപ്പുണ്ട്, ചെറിയ പുളിയുണ്ട്, നമ്മുടെ തക്കാളിയുടെയും ആംചൂറിന്റെയും എല്ലാത്തിൻ്റെയും കൂടെ ചെറിയൊരു പുളിയുണ്ട്, എരിവുണ്ട്. അധികം എരിവില്ല, അത് നമുക്ക് അതെ മീഡിയം സൈസ് എരിവുള്ളൂ. കൂട്ടണമെങ്കിൽ നമ്മൾ മുളക് പൊടി കൂട്ടാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പച്ചമുളക് തീരെ എരിവില്ലാത്ത മുളകാണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരിച്ച് എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാര്യം ഇതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നുണ്ട് സാധനങ്ങള്. നൂൽക്കോൽ എന്നാണ് നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ഇതിന് പറയുന്നത്. ഇവിടെ ഖോൾറബി അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ക്യാബേജിന്റെ ഒരു വെറൈറ്റി ആണ്, വേറൊരു വകഭേദം. അപ്പൊ അത് എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം. മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എല്ലാരും ഒന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടെ ആ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് കമന്റ് ഒന്നും വരാത്ത കാരണം ഉണ്ടല്ലോ, നമുക്കൊരു വിഷമം. ഇനി നമ്മൾ ചെയ്യുന്നത് ആർക്ക് ഇഷ്ടപ്പെടാനിട്ടാണോ എന്നൊക്കെ ഒരു വിഷമം നമുക്കുണ്ട്. അപ്പൊ ഒന്ന് കമന്റ് കൂടെ ഒക്കെ ഒന്ന് ചെയ്ത് പിന്നെ സബ്സ്ക്രൈബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടേ ആ ബെല്ലൈക്കണും അതുമൊക്കെ ഒന്ന് ഓൺ ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി നിർത്തുക. അപ്പൊ നമുക്ക് അടിപൊളി വേറെ നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ട് നമുക്ക് ഒട്ടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.